ഹലോ എവരിവൺ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ന്യൂ മീഡിയ എന്താണെന്നായിരുന്നു. അപ്പോൾ ന്യൂ മീഡിയനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. ന്യൂ മീഡിയ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പുതിയ കാലഘട്ടവുമായിട്ട് നമ്മൾ ഉൾച്ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മീഡിയനെ തന്നെയായിരിക്കും അല്ലെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്റർനെറ്റിന്റെ സൗകര്യത്തോടു കൂടി നമ്മളിലേക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ ന്യൂ മീഡിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ ഫേസ്ബുക്ക്, അതുപോലെ തന്നെ യൂട്യൂബ്, അതുപോലെ തന്നെ വ്ളോഗിങ് ഇതെല്ലാം നമ്മുടെ ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ന്യൂ മീഡിയയ്ക്ക് വേണ്ടി നമ്മൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു 12th ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ 12th ചാപ്റ്ററിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് റൈറ്റിംഗ് ഫോർ ന്യൂ മീഡിയ എന്നതാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ന്യൂ മീഡിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പല ഓൾഡ് മീഡിയ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഓൾഡ് മീഡിയ എന്ന് പറയുന്ന റേഡിയോ, ടെലിവിഷൻ, അതുപോലെ തന്നെ പ്രിന്റിങ്, അതായത് പത്രങ്ങൾ, അതുപോലെയുള്ള പ്രിന്റിംഗ് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഓൾഡ് മീഡിയയിൽ ഉൾപ്പെടുന്നത്. ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ നമ്മൾ യൂട്യൂബ്, അതുപോലെ തന്നെ ഗൂഗിൾ, ഇതെല്ലാം നമ്മുടെ ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്നു. അപ്പം ഈ ഒരു ന്യൂ മീഡിയയ്ക്ക് വേണ്ടിയുള്ള റൈറ്റിംഗിൽസിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. The term new media refers to all forms of electronic communication. Blogs, Facebook, Twitter, podcast, and Instagram are all platforms are allowed to content creation. People who want to write for new media must know multitask. They must conduct research, write, shoot, edit, and ട്വിറ്ററും പോഡ്കാസ്റ്റും അതുപോലെ തന്നെ ഫേസ്ബുക്കും ബ്ലോഗ്സും ഒക്കെ ഈ ഒരു ന്യൂ മീഡിയനെ നമുക്ക് പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളാണെന്നാണ് പറയാം. കാരണം ഈ ഒരു നമുക്കറിയാം ഫേസ്ബുക്കും ഇന്റർനെറ്റും ഒക്കെ നമ്മുടെ കാലഘട്ടത്തിലാണ് വന്നത് അല്ലെ. ഏകദേശം 20ാമത്തെ സെഞ്ചുറി ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇന്റർനെറ്റും കാര്യങ്ങളും വന്നത്. അപ്പൊ അതുകൊണ്ട് ഇതിനെയൊക്കെ നമ്മൾ ന്യൂ മീഡിയ എന്നതുകൊണ്ട് എന്നാണ് പരാമർശിക്കുന്നത്. അപ്പൊ ന്യൂ മീഡിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ ആ ഒരു ന്യൂ മീഡിയയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും എടുക്കണം, അതുപോലെ തന്നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ ന്യൂ മീഡിയാസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ. പീപ്പിൾ ഹു വാണ്ട് ടു റൈറ്റ് ഫോർ ന്യൂ മീഡിയ മസ്റ്റ് ന്യൂ മൾട്ടി ടാസ്ക്. നമുക്കറിയാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട് അല്ലെ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ യൂട്യൂബ്, അതുപോലെയുള്ള ഗൂഗിൾ ഒക്കെ അതിലൊക്കെ നമ്മൾ എന്തെങ്കിലും കണ്ടന്റ് ക്രിയേഷൻസ് നടത്തുവാണെങ്കിൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച് ചെയ്യേണ്ടതായിട്ട് ഒരു അവസ്ഥ വരും. കാരണം യൂട്യൂബിലാണെങ്കിൽ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുശേഷം ആ ഒരു പഠിച്ചിട്ട് അത് നല്ല രീതിയിൽ അവതരിപ്പിക്കുകയും, ഇപ്പൊ സ്ക്രിപ്റ്റ് ആണെങ്കിലും അതിന്റെ ഒരു വീഡിയോ എടുക്കേണ്ടതാണെങ്കിലും അതുപോലെ എഡിറ്റ് ചെയ്യേണ്ടതൊക്കെ ആണെങ്കിലും നമ്മൾ തന്നെയാണ് അത് ചെയ്യേണ്ടത്. അപ്പൊ ആ രീതിയിൽ എല്ലാത്തിനെ കുറിച്ച് പഠിക്കേണ്ട ഒരു ആവശ്യകത അവിടെ ഉണ്ടാവും. അപ്പൊ മൾട്ടി ടാസ്കിങ് നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ ഒരു ന്യൂ മീഡിയയിൽ നമുക്ക് നിലനിന്ന് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് they must conduct research, write, shoot, edit, and deliver the final podcast and will be distributed by the internet. Connect writings in a large industry it's in of itself, as many institutions and businesses require content writers for their websites. അപ്പോൾ കണ്ടന്റ് റൈറ്റേഴ്സിന് നമുക്ക് എല്ലാ വെബ്സൈറ്റ്സിലും അതുപോലെ തന്നെ എല്ലാ ന്യൂ മീഡിയാസിലും ആവശ്യമാണ്. എല്ലാ പ്രവർത്തനം അല്ലെങ്കിൽ ചിലപ്പോൾ ചില ഗൂഗിളിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ചില വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെല്ലാം നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് എഴുതുന്ന ആളുകൾ നമുക്ക് ആവശ്യമാണെങ്കിൽ മാത്രമേ നല്ല കണ്ടന്റുകൾ നമുക്ക് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ക്രിയേറ്റീവ് റൈറ്റേഴ്സിന്റെ പ്രാധാന്യം എല്ലാ മേഖലകളിലും ഉണ്ട്, പ്രത്യേകിച്ച് ന്യൂ മീഡിയാസിലും ഉണ്ട്. ഇനി റൈറ്റിംഗ് ബ്ലോഗ്സിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. കാരണം ഈ റൈറ്റിംഗ് ബ്ലോഗുകൾ എന്ന് പറയുന്നത് ന്യൂ മീഡിയയുടെ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ബ്ലോഗുകൾ എഴുതുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാ. A blog is a web page that is typically run by an individual or small group and posts written content in the informal or conversational style. It could be an option, a feeling, thought, or a simply diary entry. The most recent post appears on the page with a subsequent entries following in. The first blog is listed last. A blog can include text, digital images, and links to relate blogs, web pages, and media. അപ്പോൾ ഈ ഒരു ബ്ലോഗുകൾ എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ഗൂഗിളിലെ ബ്ലോഗുകളായിട്ട് നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റുകൾ നമുക്ക് ബ്ലോഗുകൾ ഉണ്ടാക്കാം അല്ലെ. അപ്പൊ ഈ ബ്ലോഗുകൾ നമ്മൾ നല്ല രീതിയിൽ എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് ഇടുവാണെങ്കിൽ അതിന് എത്ര വായനക്കാരുണ്ടോ അല്ലെങ്കിൽ അത് എത്ര പേരെ ആകർഷിക്കുന്നു എന്നതിനനുസരിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബ്ലോഗുകൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ കണ്ടന്റുകൾ ഉൾപ്പെടുന്നതായിരിക്കണം. അതുപോലെ തന്നെ അത് ക്രിയാത്മകമായിട്ടുണ്ടാകുന്നതിനും കൂടുതൽ നമ്മൾ ശ്രമിക്കണം.
Bloggers evolved beyond simply posting content over time. This began interesting with other bloggers, forming a later network in which ideas and knowledge were exchanged in produced. Some bloggers wrote commercials and topics they were knowledgeable about, such as cooking, adventure, sports, politics, or fashion. As the number of bloggers grown, blogs continue to be a source of information, discussion, and environmental entertainment. Many blogs are run by a single author, while others have a large number of contributors. അപ്പോൾ നമ്മൾ ബ്ലോഗുകളെ കുറിച്ച് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ബ്ലോഗുകൾ വായിച്ചിട്ടുണ്ടാവും. പ്രധാനമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് തുടങ്ങിയിട്ട് അതിൽ ബ്ലോഗുകളായിട്ട് നമുക്ക് ബ്ലോഗുകളായിട്ട് നമ്മുടെ സാധനങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആശയങ്ങളൊക്കെ നമുക്ക് അതിൽ ബ്ലോഗുകളായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ ആളുകൾ കൂടുതലായിട്ട് വായിക്കാൻ താല്പര്യപ്പെടും. അങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് കൂടുതൽ അതിനനുസരിച്ചുള്ള എമൗണ്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ചില ബ്ലോഗുകളിൽ അല്ലെങ്കിൽ ചില വെബ്സൈറ്റുകളിലെ ബ്ലോഗുകൾ ഉണ്ടാക്കുന്നത് ഏകദേശം ഒരേ ഓതർ തന്നെയായിരിക്കും. അല്ലെങ്കിൽ പല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റു പലരെയും നമുക്ക് വേണമെങ്കിൽ ആശ്രയിക്കാൻ സാധിക്കും. അപ്പൊ രണ്ട് രീതിയിലും നമുക്ക് വേണമെങ്കിൽ ബ്ലോഗുകൾ തയ്യാറാക്കാം. ഒരു വെബ്സൈറ്റിൽ വേണമെങ്കിൽ ഒരാൾക്ക് തന്നെ ബ്ലോഗുകൾ എഴുതി തയ്യാറാക്കി ഇടാം, അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കും കൂടെ അതിൽ കോൺട്രിബ്യൂഷൻസ് കൊടുക്കാം. The media outlined the think tank to symbol. Example might have a blog with many others. These institutional blogs are widely read. Business use blogs to promote their brands. One automobile company in India has a blog that discussed issues such as education, rural empowerment, and poetry rather than in vehicles. The idea is to engage readers with these enticing subjects, which will eventually change the company's image on a supplemental level, as they regard it with more respect than before. The ability of readers to leave comments on the blog has along contributed to its popularity. Writings received immediate feedback from readers they have never met. അപ്പോൾ ഈ ഒരു ബ്ലോഗുകൾ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു ഓതർ കൊണ്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അതിലൊരു ബ്ലോഗിന് കോൺട്രിബ്യൂഷൻസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഹെഡിങ്ങും കാര്യങ്ങളും ഈ ബ്ലോഗിന് നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ എഴുതുന്ന കാര്യങ്ങൾക്ക് ഒരു യുക്തി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അത് വിശ്വാസയോഗ്യം കൂടി ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ലതാണ് എന്നാണ് പറയാം. ഓക്കെ, ബ്ലോഗുകൾ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ മീഡിയയുടെ ഒരു പാർട്ട് തന്നെയാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മാനേജിങ് ഫേസ്ബുക്ക് കണ്ടന്റ് ആണ്. ഫേസ്ബുക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ് അല്ലെ. ഫേസ്ബുക്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. നമ്മൾ പോയ സ്ഥലങ്ങൾ, നമ്മുടെ പിക്ചേഴ്സ്, കാര്യങ്ങളെല്ലാം ഫേസ്ബുക്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് മെനി ഫേസ്ബുക്ക് യൂസേഴ്സ് ആർ കെയർലെസ് വിത്ത് ദെയർ പോസ്റ്റിംഗ്, dismissing in the casual platform. Many people post meaningless things like how they just bought a new pair of sunglasses, or how delicious the pasta at a local restaurant is. Instead, use the Facebook wall to share sensible information, opinions, or observations. Even if you are writing to your personal Facebook wall, it has to be good. Isn't your writing, after all, a reflection of your personality? Remember to give your wearing all of your attention. How did you come up with your opening paragraphs? Have you custard your sentences? Paragraphs? Have you constructed your sentences correctly? Please double check your program, grammar, and punctuation. The risk is that readers will judge you based on the പോസ്റ്റ്. അപ്പോൾ ഈ ഒരു ഫേസ്ബുക്ക് കോണ്ടന്റ് ഒക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഈ ഒരു ന്യൂ മീഡിയയുടെ ഭാഗമാണല്ലേ ഫേസ്ബുക്ക് ഒക്കെ. ഈ ഫേസ്ബുക്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ലോക്കലായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ എങ്ങനെയാണ് സൺഗ്ലാസ് മേടിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇവിടെ പോയത് അവിടെ പോയത്, നമ്മൾ ഉണ്ടാക്കിയ ചെറിയ കോഫിയുടെ ടേസ്റ്റ്, ആ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഇടാതെ അത് ആളുകളെ മടിപ്പിക്കുന്ന രീതിയിലാണെന്നൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്നാണ് ഇവിടെ പറയാം. കാരണം ഫേസ്ബുക്കിലൊക്കെ നമ്മൾ വളരെയധികം യൂസ്ലെസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ആളുകൾക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയാം. ഇനി കണ്ടന്റ് റൈറ്റിംഗ് ഫോർ ന്യൂ മീഡിയ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നമുക്കറിയാം ഓരോ ആശയങ്ങൾ നമ്മൾ എഴുതി വെക്കണം, എന്നാലേ തിരക്കഥകളായിട്ട് അത് രൂപപ്പെട്ട് വരികയുള്ളൂ അല്ലെ. അപ്പൊ ഈ കണ്ടന്റ് റൈറ്റിംഗ് ഈ ന്യൂ മീഡിയയെ സംബന്ധിച്ച് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുന്നുണ്ട്.
The process of planning, writing, and publishing digital content in the internet is known as digital content writing. It are also good writer. You will be given a lot of content writing assignments. It could be worked on an article about the description of a review of a new car. It could be a brochure or lift of a TV commercial or a short video. അപ്പോൾ ഈ ന്യൂ മീഡിയയിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടന്റുകൾ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ കണ്ടന്റുകൾ റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യവും പ്രധാനമാണ്. കാരണം നമ്മൾ ചില പരസ്യങ്ങളൊക്കെ ചിലപ്പോൾ മീഡിയാസ് വഴി കണ്ടിട്ടുണ്ടാവും അല്ലെ. ചില ബ്രാൻഡുകളുടെ അല്ലെങ്കിൽ ചില മേക്കപ്പ് സാധനങ്ങളുടെ ഒക്കെ പ്രൊമോഷൻ ഓരോ യൂട്യൂബേഴ്സ് ഒക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബേഴ്സിനെ കൊണ്ട് ചെയ്യിക്കാറുണ്ട്. അപ്പൊ ആ രീതിയിലും അതുപോലെ തന്നെ കണ്ടന്റുകൾ, നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കാനും യൂട്യൂബേഴ്സിനും അതുപോലെ തന്നെ മറ്റ് ബ്ലോഗുകൾ ഉണ്ടാക്കുന്ന ആളുകൾക്കും കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നമ്മുടെ ചാനലുകൾ കൂടുതൽ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കണ്ടന്റ് മേക്ക് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ തിരക്കഥകളായിട്ട് ആകർഷകമായിട്ടുള്ള രീതിയിൽ എഴുതാനായിട്ടും അത് ഷൂട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കണം. പിന്നെ വരുന്നത് സ്റ്റോറീസ് ആൻഡ് ബുള്ളറ്റ് പോയിന്റ്സ് ആണ്. ബുള്ളറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ആകർഷകമായിട്ട് തോന്നുന്നതും വളരെ ഷോർട്ട് ഉള്ളതുമായിട്ടുള്ള വാർത്തകൾ കാര്യങ്ങളൊക്കെ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമ്മൾ എഴുതാറുണ്ട് അല്ലേ. ബുള്ളറ്റ് പോയിന്റ്സിന് ബുള്ളറ്റിൻ ബോർഡ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. സ്കൂളുകളിലൊക്കെ ബുള്ളറ്റിൻ ബോർഡുകൾ വെക്കാറുണ്ട്. ചെറിയ പ്രധാനപ്പെട്ട ചില വാക്കുകൾ അല്ലെങ്കിൽ വാചകങ്ങൾ മാത്രം, ചില പ്രധാന പത്രവാർത്തകൾ മാത്രം എഴുതിയിട്ട് വെക്കുന്ന കുറച്ച് ബുള്ളറ്റിൻ ബോർഡുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ വളരെ ബ്രോഡ്കാസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഷോർട്ട് ആയിട്ടുള്ള വാർത്തകളും ഒക്കെ നമുക്ക് ഈ രീതിയിൽ ആകർഷകമായിട്ടുള്ള രീതിയിൽ ഈ ഒരു ബുള്ളറ്റിൻ പോയിന്റ്സ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അപ്പം ബുള്ളറ്റിൻ പോയിന്റ്സ് ഹാവ് വൺ സിഗ്നിഫിക്കന്റ് അഡ്വാൻറ്റേജ്. ദേ ആർ റീഡ് ബൈ എവരി വൺ ബിക്കോസ് ദേ ആർ ബ്രീഫ്, സ്പെസിഫിക് ആൻഡ് പെർസസീവ്. അപ്പോൾ ഈ ഒരു ബുള്ളറ്റിൻ പോയിന്റ്സിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ ഒരു ബുള്ളറ്റിൻ പോയിന്റ്സ് എഴുതുമ്പോൾ അത് വളരെ അത് എല്ലാവരും വായിക്കാനായിട്ട് വളരെ സന്നദ്ധരായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഷോർട്ട് ആയിരിക്കും, അതുപോലെ തന്നെ അത് വളരെ ബ്രീഫ് ആയിരിക്കും, സ്പെസിഫിക് ആയിരിക്കും. വളരെ എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് മാത്രം ഉന്നം വെക്കുന്നതായിരിക്കും അതെല്ലാം. അതുപോലെ തന്നെ അത് വളരെ പെർസസീവും ആയിരിക്കും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെ കണ്ണെത്തുന്ന ഒരു കാര്യമാണ് ബുള്ളറ്റിൻ പോയിന്റ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. ദേ സ്റ്റിക്ക് വിത്ത് യു ബിക്കോസ് ദേ ആർ സിമ്പിൾ ടു റിമെമ്പർ. മെനി യങ് റീഡേഴ്സ് prefer bullet points to in online content because they avoid having sift through pages of copy to find the issues of subject. According to the research, readers took at content with the bullets more than content without them. However, bullets must be well written. It takes some rewriting to get it rich because it should be short and to the point. For example, how can we use bullet points in the article about reducing our carbon footprint? Consider how effective it would be. Use bullets like these instead of writing a lot of copy. അപ്പോൾ ഈ ബുള്ളറ്റുകൾ എന്ന് പറയുന്ന അതിന്റെ പോയിന്റ്സിന് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് അത് ബ്രീഫ് ആയിരിക്കും എന്നുള്ളതാണ്. അത് പിന്നെ സ്പെസിഫിക് ആയിരിക്കും, അതുപോലെ തന്നെ പെർസസീവ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചായിരിക്കും അത് പറയാം. അപ്പൊ അത് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ആ ബുള്ളറ്റ് പോയിന്റ്സ് കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് അവിടുന്ന് പോകാറുള്ളൂ അല്ലെ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ടാണ്. ന്യൂ മീഡിയ അനുസരിച്ച് ന്യൂ മീഡിയയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ബുള്ളറ്റ് പോയിന്റ്സ് നമ്മൾ തയ്യാറാക്കേണ്ടത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഒരു ബുള്ളറ്റ് പോയിന്റ്സ് സ്റ്റോറീസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് പ്രധാനമാണ്. When not to this, turn to lights, fans, television sets, air conditions, and computers. During the summer, draw curtains, pull blinds, and close windows to keep the heat out. Begin collecting rainwater for your colony instead of using terraced water during the summer months when water is scarce. അപ്പോൾ purchase seasonal vegetables and fruits. If you buy frozen peas when they are out of season, they will be shipped from areas where they have a season which will be use lot of fuel. അപ്പോൾ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ, ചില പോയിന്റ്സ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു നമുക്ക് നമ്മുടെ വൈദ്യുതി കൺസപ്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് ലൈറ്റും ഫാനും ഒക്കെ, ടെലിവിഷനും അതുപോലെ തന്നെ ഈ ഒരു എയർ കണ്ടീഷണറും ഒക്കെ നമ്മൾ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നത് വളരെയധികം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു
വൈദ്യുതി ലാഭിക്കാൻ സാധിക്കുമെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ആ രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലെ. ഇപ്പൊ നമ്മുടെ വൈദ്യുതി നഷ്ടം ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എയർ കണ്ടീഷണർ ഉപയോഗം കുറയ്ക്കുക, അതുപോലെ തന്നെ ഫാനും ലൈറ്റും ഒക്കെ അനാവശ്യമായിട്ട് ഓൺ ആക്കി ഇടുന്നത് തടയുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് സമ്മറിന്റെ സമയത്തും അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ നല്ല രീതിയിലുള്ള വേനൽക്കാലത്തൊക്കെ നമ്മൾ നല്ല രീതിയിലുള്ള വായുസഞ്ചാരം സാധ്യമാക്കണം. അതുപോലെ തന്നെ ജനലുകളൊക്കെ എപ്പോഴും തുറന്നിടാനും വായു കയറി ഇറങ്ങാനൊക്കെ നമ്മൾ അനുവദിക്കണം. അതുപോലെ അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ ശുദ്ധജലം കുടിക്കാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഈ വേനൽക്കാലവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സീസണൽ ഫുഡുകൾ നമ്മൾ കഴിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ നമുക്ക് ഓരോ സീസൺസ് ഉണ്ട് അല്ലെ. ചക്ക ഉണ്ടാവുന്ന കാലമുണ്ട്, അതുപോലെ തന്നെ മാങ്ങായ ഉണ്ടാകുന്ന കാലം, ഈ ഒരു പൈനാപ്പിൾ ഉണ്ടാവുന്ന കാലം, അങ്ങനെ ഓരോ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാവുന്ന ഓരോ കാലങ്ങളുണ്ട്. അപ്പൊ ആ കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ എപ്പോഴും എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. കാരണം വിഷമടിച്ചും അതുപോലെ തന്നെ മറ്റു സാധനങ്ങൾ കുത്തിവെച്ചും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പഴങ്ങളൊക്കെ കേടുകൂടാതെ എത്ര നാൾ വേണമെങ്കിലും നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ സീസൺ ഫുഡുകൾ സീസൺ ഫുഡ്സ് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു എമൗണ്ട് കുറയ്ക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പേരയ്ക്ക ഉണ്ടാവാത്തൊരു സമയമാണെങ്കിൽ ഒത്തിരി ദൂരെ നിന്ന് പേരയ്ക്ക ലോറി കയറി ഇങ്ങോട്ട് വന്ന് ഇവിടെ വിൽക്കാനായിട്ട് വെക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് ദൂരെ നിന്ന് വന്ന് ഇവിടെ വന്ന് വിൽക്കുന്നതിനേക്കാൾ വിൽക്കുമ്പോൾ അതിന്റെ വില വളരെയധികം കൂടാനായിട്ട് ഇടയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ അതുകൊണ്ട് മാങ്ങ സീസൺ ആണെന്ന് വിചാരിക്കും. മാങ്ങയൊക്കെ ഒത്തിരി ഉണ്ടാവുന്ന കാലത്താണെങ്കിൽ മാങ്ങയ്ക്ക് വില കുറവായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ സീസൺസ് നോക്കിയിട്ട് സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണെന്നാണ് പറയാം. ഓക്കെ, ഇനി ഡിജിറ്റൽ കണ്ടന്റ് റിക്വയർസ് ഡൈവേഴ്സ് സ്കിൽസ് ആണ്. You are not writing for yourself when you write for the web. You are writing for the entire world. You blog because you want to express yourself into the global audience, or you are belonging to play blogger to write for you in order to grow your business. You want Google to find you in search so that web traffic can flow smoothly. So write in such a way that the Google algorithm will assist you the attending traffic. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ കണ്ടന്റ് റിക്വയർസ് ഡൈവേഴ്സ് സ്കിൽസ് എന്നൊക്കെ പറയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് വെബ് പോർട്ടൽ. അപ്പൊ നല്ലൊരു രീതിയിലുള്ള ഒരു ഗുഡ് വെബ് പോർട്ടൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല രീതിയിൽ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ എല്ലാ കണ്ടന്റുകളും നമ്മൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലാണ് അല്ലെ നമ്മൾ കൊണ്ടുപോവുക. പ്രത്യേകിച്ച് യൂട്യൂബിലാണെങ്കിലും ഗൂഗിളിലൊക്കെ ആണെങ്കിലും നമ്മുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള തിങ്കിങ്ങും അതുപോലെ തന്നെ കണ്ടന്റുകളായിരിക്കും നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ അങ്ങനെയുള്ള കണ്ടന്റുകൾ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ആളുകളെ കൂടുതൽ ആകർഷിക്കാനും അതുപോലെ തന്നെ ആളുകളെ കൂടുതൽ അട്രാക്റ്റീവ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ നമ്മൾ കൊടുക്കുന്നതും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഒരു എഫേർട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കുന്നതും നമ്മളെ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആക്കാനായിട്ട് സഹായിക്കുമെന്നാണ് പറയാം. അതുപോലെ തന്നെ വാട്ട് ഈസ് മൾട്ടിമീഡിയ സ്റ്റോറി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇൻ എ ട്രഡീഷണൽ ന്യൂസ് സ്റ്റോറീസ് യു വുഡ് ഗോ ടു ദ ലൊക്കേഷൻ, ഇന്റർവ്യൂ ആൻഡ് the main characters, gather factors and figures, meet the officials in charge. They take pictures before returning to write a story. While writing, the reporter would fix the story's focus, embellished in with a good instruction and some distractions, figure as statistics and quads, and round it off with a good conclusion. But naturally, analysis and perspectives would be moved on. So what makes a multimedia story different? A multimedia story will include both the print and television elements. It will be visually appealed because it will combine video, sound and the written word. അപ്പോൾ ഈ മൾട്ടിമീഡിയ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അതായത് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ച് പ്രധാനമാണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ട്രഡീഷണൽ ന്യൂസും അതുപോലെ തന്നെ ലൊക്കേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരും, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കും, നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതും, എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂ നടത്തും അല്ലെ. പക്ഷെ നമുക്ക് ഒരു മല്ലാത്ത രീതിയിൽ നമുക്കിപ്പോൾ യൂട്യൂബിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇന്റർവ്യൂസ് നടത്താറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇന്റർവ്യൂസ് കുറച്ചും കൂടെ വളരെയധികം ഫ്രണ്ട്ലി ആയിരിക്കും. നമ്മൾ പേളിമാണി അതുപോലെയുള്ള ആളുകളൊക്കെ ഇന്റർവ്യൂ നടത്തുന്ന കണ്ടിട്ടുണ്ടാവും അല്ലെ. കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് അവർ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഒരു കോൺവെർസേഷൻ പോലെയാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുക. അപ്പൊ ആ രീതിയിലുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറൻസസ് നമ്മുടെ മൾട്ടിമീഡിയ
കാരണം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു മീഡിയ കൾച്ചറിനെ ഒരുപാട് മാറ്റങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് ഇത് കാരണമായിട്ടുണ്ട്. ഇനി ഡിജിറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റീവ് റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു എന്നുള്ളത് കൊണ്ട് നമ്മൾ നമ്മുടെ റൈറ്റിംഗ്സിലോ അല്ലെങ്കിൽ നമ്മുടെ കണ്ടന്റുകളായിട്ട് അത് വീഡിയോസ് ആയിട്ട് രൂപപ്പെടുത്തുമ്പോൾ അത് ഒരിക്കലും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നമ്മൾ കൃത്യമായിട്ട് അത് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ അറിഞ്ഞതിന് ശേഷം വേണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഒരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു ബ്ലോഗോ ഒക്കെ ഉണ്ടാക്കാനായിട്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കോപ്പി അടിക്കുന്നത് വളരെ പരമാവധി ഇല്ലാതാക്കണം എന്ന് തന്നെയാണ് പറയാം. അത് നമ്മുടെ എത്തിക്സിന് എതിരാണ് അല്ലെ. നമ്മൾ ഒരു കാര്യം ഇപ്പൊ നമ്മൾ കോപ്പി അടിച്ച് പരീക്ഷ എഴുതുന്ന പോലെ തന്നെ വളരെ കുറ്റകരമാണ് നമ്മൾ ഒരാളുടെ റൈറ്റിംഗ്സ് കോപ്പി അടിച്ച് നമ്മൾ റൈറ്റിംഗ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എഴുതുന്നത് വളരെയധികം കുറ്റകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ നമ്മുടെ എത്തിക്കായിട്ടുള്ള അല്ലെ എത്തിക്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ നോക്കാനും ചെലവഴിക്കാനും ശ്രമിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെൻ ക്രിയേറ്റിംഗ് മീഡിയ കണ്ടന്റ് there is always a temptation of cut and paste someone else work into the one and then label it as your own. It is completely unacceptable. The unethical this has become a strictly issues with the proliferation of new media as a lot of plagiarism flourishes on the internet. With the new technological tools and the direct, even the most balanced attempt to plagiarism, you could lose your job or worse to reputation. There are numerous examples in the media to top journalists who have lost their jobs as a result of their involvement in the dissemination of the pluralist content. അപ്പോൾ ഈ ഡിജിറ്റൽ എത്തിക്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വൃത്തിയുള്ളതും അതുപോലെ തന്നെ വളരെ വിശ്വാസയോഗ്യതയുമായിട്ട് ഉള്ളതായിരിക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം ആളുകൾ വിശ്വസിക്കുന്ന ഒന്നാണ്. അപ്പോൾ ആ വിശ്വാസ്യത നമ്മൾ തകർക്കാതെ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മുടെ കടമയാണ്. അതുപോലെ നമ്മൾ ചെയ്യേണ്ടത് ആരുടെയും കോപ്പി അടിച്ചല്ല നമ്മൾ ഓരോ കണ്ടന്റുകൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഓൺ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഹൗ ന്യൂ മീഡിയ ഇസ് ദ ഫ്യൂച്ചർ. എങ്ങനെയാണ് നമ്മുടെ മീഡിയയുടെ ഫ്യൂച്ചർ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം അത് നമ്മൾ പ്രധാനപ്പെട്ടതായിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിനൊക്കെ മുൻപ് ഈ ഇത്തരത്തിലുള്ള മീഡിയാസ് ഒരിക്കലും ഉണ്ടായിരുന്നില്ല അല്ലെ. ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആളുകൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നെങ്കിൽ ലെറ്ററുകൾ എഴുതണമായിരുന്നു. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫോണുകൾ വിളിക്കണമായിരുന്നു. അതുപോലെ തന്നെ ഫോൺ ചാർജ് ഒക്കെ വളരെയധികം കൂടുതലായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത് ഇത്തരത്തിലുള്ള ബുക്കുകളൊക്കെ റെഫർ ചെയ്തായിരുന്നു ഓരോ കാര്യങ്ങളെ കുറിച്ചും അവർ കണ്ടുപിടിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിച്ചിരുന്നു. പക്ഷെ ഇന്ന് നമുക്ക് അതിനുള്ള യാതൊരു പ്രശ്നങ്ങളും ഇന്ന് നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്നില്ല. കാരണം ഫോൺ എന്ന് പറയുന്നത് വളരെ ഒരു വലിയ ഒരു ആയുധമായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഫോണിലൂടെ നമുക്ക് ഇന്റർനെറ്റിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അറിയാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് ഈ ഒരു ന്യൂ മീഡിയയുടെ ഫീച്ചറും അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മളൊന്ന് നോക്കാം. There are no number of two ways about it. New media is the way of the future. One cannot predict what shape it will take in the future because there are so many innovations that we see on a daily basis. One thing is certain, it will continue to change our lives in ways we cannot yet imagine. Certainly, there will be an increase in the amount of information available. For one piece of information, you will receive thousands of links in a split second. There will be advice, answers of frequently asked questions, to-do list, ideas for taking the most difficult task and so on. അപ്പോൾ ഈ ഒരു മീഡിയാസ് എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് എങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ അല്ലെ. നമ്മൾ പണ്ട് കാലത്ത് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്തരത്തിലുള്ള മീഡിയാസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പുതിയ പുതിയ സാങ്കേതികതകളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമെന്ന് നമ്മൾ പണ്ട് കാലത്ത് ഒട്ടും വിചാരിച്ച് കാണില്ല. കാരണം നമ്മുടെ അച്ഛനമ്മമാരുടെ കാര്യമൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, അവരെക്കുറിച്ച് അവരോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇത്തരത്തില് ഇന്നത്തെ കാണുന്ന പോലെ ഇന്റർനെറ്റും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഇന്ന് കാണുന്ന അത്രയും സുഗമമായിട്ട് അവരുടെ കൈകളിൽ എത്തുമെന്നുള്ള ചിന്തയൊന്നും അവർക്ക് പണ്ട് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഓരോ കാലഘട്ടം കഴിയുന്തോറും ഒരുപാട് രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മേഖലകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം നമുക്ക് നല്ല രീതിയിൽ ചിലപ്പോൾ മീഡിയാസ് നമ്മൾക്ക് ഉപകാരപ്പെടാനായിട്ട് ഉള്ളതാകാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ ചെറിയ രീതിയിലുള്ള സഫറിങ്സും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മീഡിയാസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.
ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരുപാട് ഓൺലൈൻ ചാലഞ്ചസ് കാര്യങ്ങൾ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ? ഒരുപാട് മീഡിയാസ് വഴിയുള്ള ചില അപവാദങ്ങൾ അല്ലെങ്കിൽ ചില പരദൂഷണങ്ങൾ കാര്യങ്ങളെല്ലാം മീഡിയാസ് വഴി നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഓൺലൈൻ ചാലഞ്ചസ് എന്ന് പറയുന്നത് എനിവൺ ക്യാൻ ബി ഇന്റർനെറ്റ് കണക്ഷൻ ക്യാൻ നൗ റൈറ്റ് എനിത്തിങ് ഓൺലൈൻ മേ വെബ്സൈറ്റ്സ് അലോ ഫ്രീ കണക്ടിങ് വിതൗട്ട് എനി എഡിറ്റോറിയൽ control. As a result, there are defamatory statements, fake news, hate speeches, and propaganda masquerading the opinion of news. Most websites do not accept responsibility for new content on their sites, which is frequently copied from other sites and contents regard comments. It frequently leads to terrible caused by irresponsible mobs speaked by a social media message on an online article. Journalists today may fact only not only political oppression but also censorship from the communities they are attempting to serve. Public opinion was filtered through many channels before it could affect the work of the journalist in the old media, where communication was primarily one way. Today, the internet two-way communication and journalist direct exposure to public opinion can have a direct and immediate impact on their careers. അപ്പോൾ നമുക്കറിയാം ഓൺലൈൻ ചാലഞ്ചസ് എത്രത്തോളം വലുതാണ് ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു യൂട്യൂബിലോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കഴിഞ്ഞാൽ അതിന് ഒരുപാട് വിമർശനങ്ങൾ നെഗറ്റീവ് കമന്റുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ഒരു ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ അയാൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാനും അതുപോലെ തന്നെ എന്ത് രീതി വേണമെങ്കിലും അയാളുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ സോഷ്യൽ മീഡിയ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആർക്കും എന്ത് തോന്നിയാസവും വേണമെങ്കിൽ പറയാനുള്ള ഒരു സ്പേസ് ആയിട്ട് സോഷ്യൽ മീഡിയ മാറുകയും അത് മറ്റു പല ആളുകളെയും വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മീഡിയാസിന്റെ ഒക്കെ വരുവാണെങ്കിൽ ജേർണലിസ്റ്റുകളുടെ കാര്യം വരുവാണെങ്കിൽ പണ്ടത്തെ മീഡിയാസിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും തെറ്റോ കുറ്റമോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വരുന്നത് വളരെ സ്ലോ ആയിട്ടായിരിക്കും. പക്ഷെ ഇന്നെന്ന് പറയുന്നത് ന്യൂ മീഡിയാസ് ഒക്കെ വളരെയധികം ഡെവലപ്ഡ് ആയി. അവർ നമുക്ക് ഫോൺ വഴി വരെ വേണമെങ്കിൽ ന്യൂസുകളും കാണുകയും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. അപ്പൊ എന്തെങ്കിലും ഒരു അബദ്ധങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്ന കാര്യങ്ങൾ വിമർശനത്തിന് ഇരയായി കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ചടികൾ വരാറും ആ ഒരു കരിയറിനെ ബാധിക്കാനൊക്കെ ഇത് കാരണമാകാറുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഓൺലൈൻ ചാലഞ്ചസ് എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ട്വിറ്റർ ആൻഡ് ഇ ബുക്സ് ആൻഡ് പ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ട്വിറ്ററും അതുപോലെ തന്നെ ഇ ബുക്സും പ്രോഡ്കാസ്റ്റിനും ഒക്കെ എങ്ങനെയാണ് ന്യൂ മീഡിയയുടെ വിഭാഗത്തിൽ പെടുന്നതെന്ന്. അപ്പൊ ട്വിറ്റർ എന്ന് പറയുന്നത് നമുക്കറിയായിരിക്കും ഈ ഫേസ്ബുക്ക് പോലെ തന്നെയുള്ള ഒരു കാര്യമാണ് ട്വിറ്റർ എന്ന് പറയുന്നത്. ഇപ്പം അഭിഷേക് ബച്ചൻ അല്ലെങ്കിൽ അമിതാഭ് ബച്ചൻ ട്വിറ്ററിൽ പങ്കുവെച്ച ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു ആശയമാണിത് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് പത്രങ്ങളിലൊക്കെ വരാറുണ്ട് അല്ലെ. ട്വിറ്ററിൽ അദ്ദേഹം ഇത് പങ്കുവെച്ചു എന്നൊക്കെ പറഞ്ഞ് വരാറുണ്ട്. അപ്പൊ ട്വിറ്റർ ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ ടൂൾസ് ഓൺ ദ ഇന്റർനെറ്റ് അക്കോർഡിംഗ് ടു മൈക്കൽ ഗാർഡൻ, ദ അവാർഡ് വിന്നിംഗ് പ്രൊഡ്യൂസർ ഓഫ് ദ സൗത്ത് ഡക്കോട്ട CBS affiliate. As a journalist, he claims to have met more powerful people on Twitter than he would have otherwise. The key to networking is to make use of the resources available to you. The Twitter is one of them. If you are a creative writer or are involved in any form of communication, you should have a Twitter account because it allows you to reach out of large audience that is growing every day. It is an excellent platform for collaborating, aggregating and discovering new things. അപ്പോൾ ട്വിറ്റർ എന്ന് പറയുന്നത് ഇന്ന് പല മഹത്തായ വ്യക്തികൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ട്വിറ്റർ എന്ന് പറയുക. അപ്പൊ ഇതും ആളുകളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം പങ്കുവെക്കാനായിട്ട് സഹായകരമാകുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ട്വിറ്റർ. അപ്പൊ അതുപോലെ തന്നെ ട്വിറ്റർ എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് പ്ലാറ്റ്ഫോം ആണ്. ഇത് ഫാന്റാസ്റ്റിക് ടൂൾ ടു വെൻ യൂസ് കറക്ട്ലി. However, it is also true that some users use the automaticity and the internet to mock or reduce the people or ideas. Some is broadcast of abuse. One solution is to file a complaint with the Twitter, which will either block an abusive person to channel and the account. അപ്പോൾ ട്വിറ്റർ എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ അമേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ്. പക്ഷെ നമുക്ക് പല മേഖലകളിലുള്ളതുപോലെ ട്വിറ്ററിലും ചിലപ്പോൾ നമുക്ക് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. ആരെങ്കിലും ഹാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മോശമായിട്ട് നമ്മുടെ ട്വിറ്റർ ഉപയോഗിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് കംപ്ലൈന്റ് ചെയ്യുകയും അവരെ റിമൂവ് ചെയ്യാനൊക്കെ ഉള്ള ഒരു അധികാരം നമുക്കുണ്ട്. അതുപോലെ തന്നെയാണ് ഇ ബുക്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്നതാണ്. ഇ ബുക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കുക്കു FM എന്നൊക്കെ പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പം ഈ ഒരു
ബുക്കുകൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുന്നത്? നമ്മൾ കടയിൽ പോയി ബുക്ക് വാങ്ങിച്ച് അത് വായിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്നെന്ന് പറയുന്നത് വളരെ ഡിഫറന്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഏത് ബുക്ക് വേണമെങ്കിലും നമുക്ക് ഓരോ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബുക്കിന്റെ അതേ വോയിസ് മോഡുലേഷനിൽ അതേ ആശയങ്ങളൊക്കെ പറയുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ട് വേണമെങ്കിൽ കഥ നമുക്ക് തരുന്ന രീതിയിലുള്ള പ്ലാറ്റ്ഫോമുകളും ഇന്ന് ഈ ബുക്കുകളിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് വളരെ സമയലാഭവും അതുപോലെ തന്നെ വളരെ ഇമോഷണലി നമുക്ക് വളരെ അറ്റാച്ച്ഡ് ആക്കാനായിട്ട് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളുമെല്ലാം ഈ ഒരു ഇ ഉണ്ട്. An e-book, also known as an electronic book, is a digital version of a book and can be read on a computer or a smartphone. It is an essence of digital file. While traveling, you can now read a book on your smartphone. Many of them are free and can be downloaded from വേരിയസ് വെബ്സൈറ്റ്സ്. അപ്പോൾ ഈ ബുക്സ് നമുക്ക് വേണമെങ്കിൽ ഏത് വെബ്സൈറ്റ് വഴിയും വേണമെങ്കിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ കുക്കു FM പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വായന അനുഭൂതി നമുക്ക് നൽകുന്ന രീതിയിൽ ആ ഒരു ബുക്കുകൾ അവരുടെ വോയിസ് മോഡുലേഷനോട് കൂടി നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ മറ്റൊരു ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഇസ് എ ഡിജിറ്റൽ മീഡിയ ഫയൽ ദാറ്റ് ക്യാൻ ബി ഡൗൺലോഡഡ് ഫ്രം എ ലൈവ് internet source. It is available for download for the smartphone, a computer or a Mac. Simply put, it is the pre-recorded internet program hosted by a broadcast who most many introduced to subject of and then interview an expert of provide a broader എക്സ്പ്രസ് പെർസ്പെക്റ്റീവ് ഓൺ ദ ഇഷ്യൂ. അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് പോഡ്കാസ്റ്റുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോഡ്കാസ്റ്റ് ചെയ്താണ് ഇത് വന്നിരിക്കുന്നത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ഒരു ഫയലാണ്. അത് ഓൾറെഡി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ആ രീതിയിൽ നോക്കുന്ന പോഡ്കാസ്റ്റുകളും ഈ ഒരു നമ്മുടെ ന്യൂ മീഡിയയിൽ ഉൾപ്പെടുന്നതാണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. അതുപോലെ തന്നെ ന്യൂ മീഡിയയ്ക്ക് അതിൻ്റെതായ ചലഞ്ചസും അതുപോലെ തന്നെ പരിമിതികളും ഉണ്ടെന്നുള്ള കാര്യവും കൂടെ നമ്മൾ ഓർക്കുക. അത് നല്ല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഉപകാരപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അതിന് കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഉപയോഗിക്കാനും അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻസ് നല്ല രീതിയിൽ മികച്ചതാക്കുവാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് കൊണ്ടുവരാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ഇതിൽ നിന്ന് ചോദിച്ചു കണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ബ്രീഫ്ലി ഡിസ്കസ് സം നെറ്റ്വർക്ക് സൈറ്റ്സ് ആൻഡ് പോപ്പുലർ. അപ്പോൾ ചെറിയ നെറ്റ്വർക്ക് സൈറ്റുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ട്വിറ്ററും ഇൻസ്റ്റഗ്രാം യൂട്യൂബും ഒക്കെ ഫേസ്ബുക്കും ഒക്കെ ഇത്തരത്തിലുള്ള ചില നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആണ്. അപ്പം ഇതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു നെറ്റ്വർക്കിംഗ് സൈറ്റ്സിന്റെ ബെനിഫിറ്റുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ചലഞ്ചസിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് എ മാനുസ്ക്രിപ്റ്റ് ആണ്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കയ്യെഴുത്ത് പ്രതി എന്ന് പറയും. അതായത് നമ്മൾ ആദ്യം ഇപ്പം നമ്മൾ കോളേജുകളിലൊക്കെ നമ്മൾ കയ്യെഴുത്ത് പ്രതി മാസികകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. നമ്മൾ കൈകൊണ്ട് എഴുതി നമ്മൾ ആശയങ്ങൾ ഉണ്ടാക്കി അത് കൈകൊണ്ട് എഴുതി അത് പിന്നീട് അത് ടൈപ്പ് ചെയ്ത് നമ്മൾ പുസ്തക രൂപത്തിലാക്കുന്നതിനൊക്കെ നമ്മൾ ആ ഒരു പ്രോസസ്സിങ്ങിലൂടെയാണ് ഓരോ പുസ്തകവും രൂപപ്പെടുന്നത്. അപ്പം മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കയ്യെഴുത്ത് പ്രതിയാണ്. കയ്യെഴുത്ത് പ്രതിയിൽ നമ്മൾ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ കയ്യെഴുത്ത് പ്രതി ഉപയോഗിക്കാറുണ്ട്. A manuscript is a document written by the hand, a word processed copy of an author work that is different from its printed version. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെച്ചോളൂ കേട്ടോ. എന്താണ് മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. മാനുസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് it's a document written by hand, typed or word processed copy of the author's work and different from its printed version. അപ്പം ഈ ഒരു കയ്യെഴുത്ത് പ്രതിയാണ് നമ്മൾ പറഞ്ഞു. ഇതൊരു കൈകൊണ്ട് എഴുതുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ആദ്യത്തെ ഒരു പടിയാണെന്നും പറഞ്ഞു. ഇനി ബിഫോർ ദ ഇന്നോവേഷൻ ഓഫ് ദ പ്രിന്റിംഗ് ഓൾ ഡോക്യുമെന്റ്സ് ആർ ബുക്സ് വെയർ ഹാൻഡ് റിട്ടൺ. മാനുസ്ക്രിപ്റ്റ്സ് ആർ നോട്ട് ഡിഫൈൻഡ് ബൈ their contents which are include writing as well as mathematical conclusions, maps, music notations, explanatory figures or literations. Authors prepared manuscripts for publication of their work. A manuscript require a appropriate style and a language choice based on who you are writing for or you target readers. This chapter will explain how authors should prepare their writings, manuscripts and publications. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മാനുസ്ക്രിപ്റ്റ്സ് അല്ലെങ്കിൽ കയ്യെഴുത്ത് പ്രതികൾ എഴുതുന്നത്, കയ്യെഴുത്ത് പ്രതി എഴുതുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും എല്ലാ ഗ്രന്ഥകർത്താക്കന്മാരും അവരുടെ ആദ്യത്തെ കൃതി എപ്പോഴും അല്ലെങ്കിൽ കൃതികൾ കൈകൊണ്ട് എഴുതിയതിനു ശേഷമാണ് അത് പ്രിന്റിങ്ങിന് കൊടുക്കുന്നത്. അപ്പോൾ കൈകൊണ്ട് എഴുതിയിട്ട് എന്തെങ്കിലും തെറ്റുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്നുകൂടി റീറൈറ്റ് ഒക്കെ ചെയ്തിട്ടാണ് അവർ അത് പ്രിന്റിങ്ങിന് കൊടുക്കുക.
അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാനുസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അത് വൃത്തിയായിട്ടും എഴുതാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ മാനുസ്ക്രിപ്റ്റ് എഴുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സും കൂടെയാണ്. ഇനി ചൂസിങ് എ ടോപ്പിക് സിറ്റുവേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം. ഫോർ റൈറ്റിംഗ് മാനുസ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ക്യാൻ ചൂസ് സിറ്റുവേഷൻസ് ഫ്രം their own lives or those of others. A situation is any human experience. A situation can be examined in isolation or the context of several related situations. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ നല്ലൊരു ടോപ്പിക് നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ലൊരു സിറ്റുവേഷൻ നമ്മൾ കണ്ടെത്താനായി ശ്രമിക്കണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ ഒരു ടോപ്പിക്കിൽ നിന്നുമാണ് നമ്മുടെ കഥ പുരോഗമിക്കേണ്ടത് അല്ലേ? അപ്പോൾ നല്ല രീതിയിലൊരു ടോപ്പിക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു കഥ നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ടും വേറൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ടോപ്പിക് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകളുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ അതിന് നല്ല രീതിയിലുള്ള ഒരു കഥ രൂപപ്പെടുത്തി എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സ്ത്രീധന പീഡനത്തെ കുറിച്ചൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്ത്രീധന മരണങ്ങളെ കുറിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാവുന്ന ആളുകൾ ആർക്കെങ്കിലും സ്ത്രീധനത്തെ ചൊല്ലി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആ ദുഃഖങ്ങളും ദുരിതങ്ങളും സ്ത്രീധനത്തെ പറ്റി അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിലേക്ക് എഴുതാം. നമ്മുടെ ആ ഒരു മാനുസ്ക്രിപ്റ്റിലേക്ക് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് അനുഭവം ഉള്ളത് കൊണ്ട് നല്ല രീതിയിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ ചിന്തകളൊക്കെ നമ്മുടെ ആ ഒരു മാനുസ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് സാധിക്കും. നമ്മൾ പറഞ്ഞു ആദ്യം നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അറിവില്ലെങ്കിൽ ഒരിക്കലും നമ്മൾ എഴുതുന്ന കൃതി ആളുകൾക്ക് വായിക്കാനായിട്ട് ആസ്വാദികരമാവില്ല. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ആ ഒരു കൃതിയിൽ സംഭവിക്കാനിടയുണ്ട് അല്ലേ? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ഔട്ട്ലൈൻ ആൻഡ് ദ ഗ്യാതറിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. Before beginning actual work of a topic, the author must first prepare a basic design of a topic based on the theme and purpose of the publication, aside from books and periodicals. The author must gather the necessary materials. It is also worthwhile to conduct experts in the field who can provide valuable advice. The required information as well as bibliographic detailed should be recognized on a 3 and 5 card from each relevant sources. After truly sift through the available sources, the complaint card are arranged in the design's predetermined order. അപ്പോൾ ഈ ഔട്ട്ലൈനും അതുപോലെ തന്നെ ഗ്യാതറിംഗ് ഓഫ് മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് നല്ല രീതിയിൽ ഒരു മാനുസ്ക്രിപ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്ലൈൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രധാനമാണ്. കാരണം എവിടെ ആ കഥ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണം, ഏതൊക്കെ കാര്യങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതി തയ്യാറാക്കുന്നതിന് നമ്മളൊരു ഔട്ട്ലൈൻ ഒക്കെ കൊടുക്കുന്നതാണ് പ്രധാനമായിട്ട് ഉള്ള ഒരു കാര്യം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ഒരു രചനയ്ക്ക് ആവശ്യമായ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നമ്മൾ സംഘടിപ്പിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മാനുസ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലാംഗ്വേജും അതിന്റെ സ്റ്റൈലും ഒക്കെയാണ്. കാരണം ലാംഗ്വേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ലാംഗ്വേജ് അല്ലെങ്കിൽ ആളുകളിലേക്ക് കൂടുതൽ കൺവേ ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജ് നമ്മൾ കൃത്യമായിട്ട് എഴുതിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് നമ്മുടെ കൃതികളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റൈല് നമ്മൾ പറയുന്ന രീതിയാണെങ്കിലും ആളുകളിലേക്ക് തുളച്ചു കയറുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈൽ നമ്മൾ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. The most important aspects of the style for the writers of the editor who received for manuscripts is the expression of language. Stylist writing can refer to anything from the writer's philosophy and personality to his right choice and sentence structure. The way language is written is referred to as its style. With a good understanding of the situation, the writers should കെയർഫുള്ളി സെലക്ട് ദിസ് ഈസ് ലാംഗ്വേജ്. അപ്പോൾ നമ്മൾ എന്താണോ ഒരു മാനുസ്ക്രിപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് അത് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നല്ല ലാംഗ്വേജും സ്റ്റൈലും നമ്മൾ യൂസ് ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഒരു അവസ്ഥയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ മലയാളത്തിൽ എഴുതുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. കാരണം എന്താണ്, മലയാളികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ആശയമാണ് നമ്മൾ കൂടുതലായിട്ട് എഴുതാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ കുട്ടനാട്ടിലെ വള്ളംകളിയെ കുറിച്ചൊക്കെയാണ് നമ്മൾ എഴുതാൻ ശ്രമിക്കുന്നതെങ്കിൽ ആ ഒരു മലയാളത്തിൽ എഴുതുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പൊ തെലുങ്കിലോ അല്ലെങ്കിൽ തമിഴിലൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിൽ വായനക്കാർക്ക് കൂടുതൽ ആ ഒരു കുട്ടനാട്ടിലെ വള്ളംകളിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാവണമെന്നില്ല. അപ്പൊ ആ രീതിയിൽ നമ്മൾ എടുക്കുന്ന കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഭാഷ നമ്മൾ തയ്യാറാക്കാനും അതുപോലെ തന്നെ ആ ഒരു സ്റ്റൈൽ നമ്മൾ കൊണ്ടുവരാനായിട്ടും പ്രത്യേകം ശ്രമിക്കണം. പിന്നെ ടൈപ്സ് ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് പലതരത്തിലുള്ള സ്റ്റൈൽ നമുക്ക് വേണമെങ്കിൽ മാനുസ്ക്രിപ്റ്റിൽ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് പറയുന്ന ഫോർമൽ സ്റ്റൈലാണ്, അതായത് വളരെ വലിയ രീതിയിലുള്ള ഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം. അല്ലെങ്കിൽ ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഒരു സഫാരി ചാനലൊക്കെ കാണുവാണെങ്കിൽ നമുക്കെല്ലാം ഭയങ്കര ഫോർമൽ ആയിട്ടായിരിക്കും അവര് യാത്ര നടത്തുന്നത് അല്ലേ?
ചരിത്രവും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരിക്കും അവർ യാത്രാവിവരണം നടത്തുന്നത്. പക്ഷേ നമ്മളൊരു യൂട്യൂബ് ചാനലുള്ള ഒരു യാത്രാവിവരണം നോക്കുകയാണെങ്കിൽ അതൊരു ഓർഗനൈസ്ഡ് ഒന്നും ആയിരിക്കില്ല. അത് വളരെ അച്ചടി ഭാഷയിലുള്ള അല്ലെങ്കിൽ വളരെ ഇടവിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സ്പേസ് ഒക്കെ ഇടവിട്ട് നല്ല രീതിയിൽ പറയുന്ന ഒരു കോൺസെപ്റ്റ് ആയിരിക്കില്ല അത്. ഇൻഫോർമൽ ആയിട്ട് പറയുമ്പോൾ വേണമെങ്കിൽ ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ ഇതാണ് കഴിച്ചത്, ഇവിടെ ഭയങ്കര തണുപ്പാണ്, ആ രീതിയിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ സഫാരി ചാനൽ വളരെ അധികം വളരെ ബ്രോഡ്കാസ്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ അവർ സെന്റൻസ് ബൈ സെന്റൻസ് കൃത്യമായിട്ട് അച്ചടി ഭാഷയിൽ പറയും. അപ്പൊ ആ രീതിയിൽ നമുക്ക് സ്റ്റൈലുകൾ വേണമെങ്കിൽ നമുക്ക് മാറ്റാം. ഇൻഫോർമൽ സ്റ്റൈലുണ്ട്, അതുപോലെ ഇൻഫോർമൽ സ്റ്റൈലുണ്ട്, അതുപോലെ തന്നെ കൊളോക്കിയൽ സ്റ്റൈലിൽ നമുക്ക് വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. Formal styles called the long paragraphs, relatively long sentences with complex structures and no fragments. Its decision will include the large vocabulary. Scholarly words may be abstract, and the application of fine grammatical distinctions and the style has an impersonal tone and rarely addresses and the reader. അപ്പോൾ ഈ ഒരു ഫോർമൽ സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള കട്ടിയുള്ള വേർഡ്സ് നമ്മൾ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സ്റ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് ഒരു സ്റ്റാൻഡേർഡ് തോന്നുന്ന രീതിയിലുള്ള വേർഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ അതിന്റെ ഓരോ പാരഗ്രാഫിനിടയിലുള്ള സ്പേസും കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് വേണമെങ്കിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളാണ്. ഇൻഫോർമൽ സ്റ്റൈൽ എന്ന് പറയുന്നത് പാരഗ്രാഫ്സ് ആർ മോഡേൺലി ലോങ് ആൻഡ് സെന്റൻസസ് ആർ മീഡിയം ഇൻ ലെങ്ത്. മോസ്റ്റ് സ്റ്റാൻഡേർഡ് സെന്റൻസസ് ആൻഡ് ക്ലോസ് casual fragments, the decision of the generally popular, ranking and formal the colloquial with the both personal and impersonal. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഫോർമൽ രീതിയിൽ നമുക്ക് എഴുതാം മാനുസ്ക്രിപ്റ്റ്സ്, അതുപോലെ തന്നെ ഇൻഫോർമൽ രീതി എഴുതാം. ഇൻഫോർമൽ രീതി എഴുതുമ്പോൾ നമ്മൾ സെന്റൻസിന് അധികം വലിയ നീളമൊന്നും ഉണ്ടാവില്ല, വളരെയധികം സെന്റൻസുകൾ തമ്മിലുള്ള ഗ്യാപ്പുകളൊക്കെ വളരെയധികം കുറവായിരിക്കും. ആ രീതിയിൽ നമുക്ക് എഴുതാം. വേണമെങ്കിൽ നമുക്ക് രണ്ട് രീതിയും കൂടെ കൂട്ടിക്കലർത്തി വേണം എഴുതാം. ഇൻഫോർമൽ രീതിയും ഫോർമൽ രീതിയും കൂടെ കൂട്ടിക്കലർത്തി വേണമെങ്കിൽ നമുക്ക് മാനുസ്ക്രിപ്റ്റ്സ് എഴുതാനായിട്ട് സാധിക്കും. ഇനി പ്രിപ്പയറിംഗ് ദ മാനുസ്ക്രിപ്റ്റ്സ് ഫോർ പബ്ലിഷിംഗ്, നമ്മൾ ഒരു മാനുസ്ക്രിപ്റ്റ്സ് പബ്ലിഷിങ്ങിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ബേസിക് റിവിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. അപ്പം when the preliminary text is complete, it should be thoroughly revised. The point and publishing company should be left with a little correction work, because English is based on British standards in India. Only British spellings should be used. Pronouns and mathematical material rendering, notes, bibliography, and so on should be meticulously recorded and kept consistent. അപ്പോൾ ബേസിക് റിവിഷൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിലുള്ള മാനുസ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അത് കൃത്യമായിട്ടുള്ളതാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പൊ അങ്ങനെ നോക്കിയതിനു ശേഷം മാത്രമേ നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കുക. അതിനുശേഷം നമുക്ക് വേണ്ടത് ഓതേഴ്സ് റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ ഒരു മാനുസ്ക്രിപ്റ്റ് പബ്ലിഷിങ്ങിന് വേണ്ടി തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഓതേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം. യു ഹാവ് എ ലോട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ആസ് ആൻ ആസ്പിയറിംഗ് authors. These are absolutely necessary then when submitting a manuscript for publication. As a author, you must make certain that a grammar is corrected, the punctuation throughout the book is correction, and the capitalization of vowels. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓതേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മൾ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ഒരു കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അത് നമ്മൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുകയും എത്തിക്കലായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് യുക്തിസഹമായിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുകയും കൂടെ ചെയ്യണം. ഇനി പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നതും ഈ ഒരു കയ്യെഴുത്ത് പ്രതിയെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു കയ്യെഴുത്ത് പ്രതി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പ്രൂഫ് റീഡിംഗും കൂടെ നമ്മൾ നടത്തണം. ആസ് എ റൈറ്റർ അറ്റംപ്റ്റിംഗ് ടു പബ്ലിഷ് ഹിസ് ഓൺ ഓർ ഹെർ വർക്ക്, യു വിൽ ബി റിക്വയർഡ് ടു കറക്റ്റ് എനി efforts made by the compositor. If you believe that the publisher will ensure that all error and corrected, you are mistaken. Nobody that all errors are corrected, you are mistaken. Nobody else will take the some care you do in correcting errors. In the errors are left in the book in the printed with the term, you will be upset. You will and your readers will be disappointed. The errors could be misattributed to you, harming your reputation. അപ്പോൾ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു കയ്യെഴുത്ത് പ്രതി ഉണ്ടാക്കിയതിന് ശേഷം വായിച്ചു നോക്കിയതിന് ശേഷം എന്തെങ്കിലും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തിയിട്ട് വേണം നമ്മൾ
നമ്മുടെ ആ ഒരു പബ്ലിഷിങ്ങിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മെത്തഡോളജി എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട്. ഓതേഴ്സ് മസ്റ്റ് മാസ്റ്റർ ദ ആർട്ട് ഓഫ് ദ പ്രൂഫ് റീഡിംഗ്. ദേ ഷുഡ് ബി അവെയർ ഓഫ് ദ പ്രൂഫ് കറക്ഷൻ മാർക്സ് ഓഫ് ദ symbols. When they receive the proofs, you will notice that the printed matters and margins of both sides. When making corrections, use the left hand margin for the left hand portion of the text. Corrections should be made carefully with the fine pen. അപ്പോൾ മെത്തഡോളജിയും കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെയാണ് ഒരു ബുക്ക് പബ്ലിഷിങ്ങിന് വേണ്ടി കൊടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മെത്തേഡ്സും അല്ലെങ്കിൽ എന്തൊക്കെ രീതിയിൽ അതിന് കുറച്ച് മാറ്റങ്ങൾ വരുത്താം എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. നല്ല രീതിയിൽ ഒരു സ്പേസും കാര്യങ്ങളെല്ലാം 4 മൂലകളിലും ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഗ്രന്ഥങ്ങൾ എഴുതാനായിട്ട്. അതുപോലെ തന്നെ കറക്ഷൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ കഥ അല്ലെങ്കിൽ ഗ്രന്ഥം നമ്മൾ എങ്ങനെയാണ് ആളുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടൊരു അവബോധം കൂടെ നമുക്ക് ഉണ്ടാവണം. നല്ല രീതിയിൽ നമ്മുടെ ഒരു കയ്യെഴുത്ത് പ്രതി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നാണ് പറയാം. ഇനി നോ മേജർ ചേഞ്ച് അറ്റ് ദ പേജ് പ്രൂഫ് സ്റ്റേജ്. അതുപോലെ യൂസ് പ്രൂഫ് റീഡിംഗ് സിമ്പിൾസ് കെയർഫുള്ളി. അപ്പം പ്രൂഫ് റീഡിങ്ങിൽ നമ്മൾ കൃത്യമായിട്ട് സിമ്പിൾസും കാര്യങ്ങളെല്ലാം നോക്കുക. അതുപോലെ തന്നെ അതിന്റെ പ്രധാനപ്പെട്ട സിമ്പിൾസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഇതിടുമല്ലോ, ഓരോ സിമ്പിൾസ്. ഇപ്പൊ ക്വസ്റ്റ്യൻ മാർക്ക്, അതുപോലെ തന്നെ ഒരു ആരോ മാർക്ക്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇടുമല്ലോ. അപ്പൊ അതെല്ലാം കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്ന് നോക്കണം. കാരണം ഓരോ സിമ്പിൾസിനും അതിൻ്റെതായ അർത്ഥമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ അർത്ഥം മാറി ഓരോ സിമ്പിൾസ് ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുപോലെ തന്നെ each publishing follows in own practices for sending proofs. അതും പ്രധാനപ്പെട്ടതാണ്. It should be noted that practices for sending proofs to another vary depending on whether one or more and how good an printer is. You may be required to read their 3 sheets of proofs or not only one, but regardless of the numbers, you should be prepared to set aside time to carefully read to the proofs. Mistakes in the printed book will hurt you the most. After all, it is your work. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വർക്ക് കൊടുക്കണമെങ്കിൽ, അപ്പം നമ്മൾ പറഞ്ഞത് കയ്യെഴുത്ത് പ്രതിയെ കുറിച്ചാണ്. മാനസ്ക്രിപ്റ്റ്സ് ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പ്രധാനമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് മാനസ്ക്രിപ്റ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. ആളുകളിലേക്ക് നമ്മളൊരു കൃതി എഴുതുമ്പോഴത്തേനും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിലുള്ള ഒരു കയ്യെഴുത്ത് പ്രതി തയ്യാറാക്കാനാണ്. അപ്പൊ അതിനൊരു നല്ല കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് നമ്മൾ തയ്യാറാക്കി വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കണ്ടന്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. കാരണം ഇപ്പൊ നിങ്ങളുടെ സ്ത്രീധനത്തെ കുറിച്ചോ അല്ലെങ്കിൽ ബാലവിവാഹങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ അതിനെക്കുറിച്ച് ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങൾ നമുക്കുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണെന്നാണ് പറയാം. കാരണം നല്ല രീതിയിൽ നമ്മുടെ ആശയങ്ങൾ വികസിപ്പിക്കാനും ആളുകളിലേക്ക് കൂടുതൽ അത് കൺവേ ചെയ്യാനായിട്ട് ഇതൊക്കെ സഹായിക്കും. പിന്നെ എന്ന് പറയുന്നത് നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഒരു പ്രൂഫ് റീഡിങ്ങും അല്ലെങ്കിൽ നമ്മൾ കയ്യെഴുത്ത് പ്രതി ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതുകൂടെ ചെയ്തതിന് ശേഷം വേണം നമ്മളത് ഫൈനലായിട്ട് പബ്ലിഷ് ചെയ്യാനെന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും പ്രധാനപ്പെട്ടതാണ്. ഇതിൽ നിന്ന് ചോദിച്ചു വേണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലതരത്തിലുള്ള സ്റ്റൈലുകൾ നമ്മൾ ഈ ഒരു മാനുസ്ക്രിപ്റ്റ് എഴുതുമ്പോൾ അതിനുള്ള സ്റ്റൈലുകൾ ഏതൊക്കെയാണെന്നുള്ളത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ what are the advantages of the basing your writings on your actual experiences. അപ്പൊ നമ്മൾ മാനുസ്ക്രിപ്റ്റ്സും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം എഴുതുമ്പോൾ നമ്മുടെ ആക്ച്വൽ ആയിട്ടുള്ള നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള സംഭവങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ എഴുതുമ്പോൾ അത് കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വ്യക്തിപരമായിട്ട് വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തി എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിപ്പം കൽക്കട്ടയെ കുറിച്ച് കൽക്കട്ടയിൽ നമ്മൾ പോയിട്ടില്ല, കൽക്കട്ടയെ കുറിച്ച് നമുക്ക് ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ നമ്മൾ ആ കൽക്കട്ടയിലെ സംസ്കാരത്തെ കുറിച്ചും അവിടുത്തെ ആളുകളുടെ ജീവിത രീതിയെ കുറിച്ചും ആരെങ്കിലും പറഞ്ഞത് എഴുതുമ്പോൾ അതിൽ ഒരുപാട് സാമ്യതക്കുറവും അത് സാമ്യമില്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടുണ്ട്, കൽക്കട്ടയിൽ നമ്മൾ പോയിട്ടുണ്ട്, അവിടുത്തെ ആളുകളെ കുറിച്ച് നമുക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ ജീവിത രീതി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അവിടുത്തെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ലേഖനങ്ങൾ എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ആ ഒരു ഡിഫറൻസ് എന്ന് പറയാം. കൽക്കട്ടയിൽ പോയിട്ടില്ലാത്ത ഒരാൾ കൽക്കട്ടയെ കുറിച്ച് എഴുതുന്നതും കൽക്കട്ടയിൽ പോയിട്ട് അവിടെ താമസിച്ചിട്ടുള്ള ഒരാൾ കൽക്കട്ടയെ കുറിച്ച് എഴുതുന്നതും തമ്മിലുള്ള ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടല്ലോ. അത് മറികടക്കാനാണ് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്ന് വേണം നമ്മൾ കഥകൾ എഴുതാനെന്ന് പറയാം. ഓക്കെ, പിന്നെ ഇനി നമുക്ക് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ പോലും നമ്മൾ ആളുകളോട് ചോദിച്ചും അറിഞ്ഞും ഒക്കെ ആ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ആളുകളെ കുറിച്ച് ആളുകളോട് ചോദിച്ചും അറിഞ്ഞും ഒക്കെ ഒരു കഥ എഴുതുന്നത് കൂടുതൽ നല്ലതായിരിക്കും എന്ന് പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളത്
റീറൈറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നതിനെ കുറിച്ചാണ്. അപ്പൊ റീറൈറ്റിംഗ് എന്ന് പറയുന്നത് മേക്കിംഗ് എ ടെക്സ്റ്റ് ഓഫ് ഡോക്യുമെന്റ് പബ്ലിഷിംഗ് എൻറ്റയർ വർക്ക് ഇൻ ദ കോണ്ടന്റ് ഓർഗനൈസേഷൻ ആൻഡ് പ്രിസർവേഷൻ ആൻഡ് ഔട്ട്സൈഡ് എഡിറ്റർ ഇസ് നോട്ട് റിക്വയർഡ് ടു ഡു ദ എഡിറ്റിംഗ്. എവരി writer readers the rewriters his work to order to fully express himself. The writer author is editing his or her own work. അപ്പൊ റീറൈറ്റിംഗ് അതുപോലെ എഡിറ്റിംഗും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ എന്തൊക്കെ എഴുതിയാലും അതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ റീറൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ കാര്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഇപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം വേണം നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രന്ഥമായിട്ട് നമ്മൾ ആളുകളുടെ മുന്നിലേക്ക് നമ്മുടെ കോൺസെപ്റ്റ് ഇറക്കാനായിട്ട്. അപ്പൊ റീറൈറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ഈ ഒരു കണ്ടന്റ് ക്രിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ. ഇനി കൈൻഡ്സ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ് എഡിറ്റിംഗിന്റെ പല ടൈപ്പുകൾ എന്നുള്ളത്? Spelling style references people writing in a language that is not their first language, and other issues will be handled by editors regardless of which school of editing they belong to. Such as result, the prepared for efficiencies editing and belong to. The result is prepared for editors change the manuscript more than who you would like the term to. There are 3 types of editing. Editing for content, അതുപോലെ editing for presentation of content and language editing. പല തരത്തിലുള്ള എഡിറ്റിംഗ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. പ്രധാനമായിട്ട് 3 തരത്തിലുള്ള എഡിറ്റിംഗ് ആണുള്ളത്. എഡിറ്റിംഗ് ഫോർ കണ്ടന്റ്, അതുപോലെ തന്നെ എഡിറ്റിംഗ് ഓഫ് പ്രൊഫഷൻ ഓഫ് കണ്ടന്റ്, അതുപോലെ തന്നെ ലാംഗ്വേജ് എഡിറ്റിംഗ്. അപ്പൊ ആ 3 രീതിയിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ എഡിറ്റിംഗ് ടു കണ്ടന്റ് എന്ന് പറയുന്നത്, എഡിറ്റിംഗ് ഓഫ് കണ്ടന്റ് എന്ന് പറയുന്നത്, ദിസ് ഈസ് ദ ജോബ് ആൻഡ് ദാറ്റ് ഷെഡ്യൂൾ ഐഡിയലി ബി ഡൺ ഇൻ ക്ലോസ് കൊളാബറേഷൻ വിത്ത് ദ ഓതർ. The author is usually either the expert in his or her field or a creative writer when an expert in his or her field to or a creative writer when it comes to subject to content editing. Most editors tend to develop specialization through experiences. Editing for presentation of content എന്ന് പറയുന്നത്, while a physical appearance in editor, the presentation of content is primarily the responsible of the copy editor. The content editor may also suggest deletions, additions and or changes to the author of which information is presented so that the information conveyed in coherent word. അപ്പോൾ ഈ ഒരു കണ്ടന്റ് എഡിറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ് അതിലൊരു എഡിറ്റിംഗ്, അതുപോലെ തന്നെ ലാംഗ്വേജ് എഡിറ്റ്, പ്രത്യേകിച്ച് സ്പെല്ലിങ്ങിന്റെയും അതുപോലെ തന്നെ മറ്റ് സ്റ്റൈലിന്റെയും ഒക്കെ കാര്യത്തിലുള്ള എഡിറ്റിംഗും ഒക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമുക്ക് എഡിറ്റ് നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു കണ്ടന്റും കാര്യങ്ങളും നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എഡിറ്റിംഗ് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. നല്ല രീതിയിലുള്ള കോൺസെപ്റ്റുകൾ നമ്മുടെ വായനക്കാരിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇതൊക്കെ നമ്മളെ സഹായിക്കും. അപ്പൊ എഡിറ്റിംഗ് 3 തരത്തിലുള്ളതാണെന്ന് ഓർത്തിരിക്കുക. എഡിറ്റിംഗ് ഫോർ കണ്ടന്റ്, എഡിറ്റിംഗ് ടു പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ്, അതുപോലെ ലാംഗ്വേജ് എഡിറ്റിംഗ്. അപ്പൊ നമ്മൾ ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ അസൈൻമെന്റുകളൊക്കെ നമ്മൾ എഴുതിയിട്ട് എന്തെങ്കിലും തെറ്റുകുറ്റമൊക്കെ വന്നു കഴിഞ്ഞാൽ ടീച്ചർ ഒന്നുകൂടെ എഴുതിയിട്ട് വരാൻ പറയൂ അല്ലേ? അപ്പൊ അത് എന്തുകൊണ്ടാണ്? നല്ല രീതിയിൽ നമ്മൾ എഴുതാനായിട്ടും കൂടെയാണ്. നമുക്ക് വായിക്കുമ്പോൾ നല്ല കൃത്യമായിട്ട് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനൊക്കെ നമ്മൾ ഒന്നുകൂടി എഴുതുന്നത് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുകയാണെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ മാറ്റിയിട്ട് നമ്മൾ നല്ല രീതിയിൽ വേണ്ട കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിന്, സ്കൂൾ തലത്തിലൊക്കെ മാർക്ക് സ്കോർ ചെയ്യുന്നതിന് വളരെയധികം സഹായകരമാവും. അതുപോലെ തന്നെയാണ് നമ്മളൊരു ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ ഒരു പ്രൊഫഷനായിട്ട് എടുക്കുമ്പോൾ ആ നല്ല രീതിയിൽ എഡിറ്റിംഗ് നടത്തിയാൽ മാത്രമേ അത് വളരെ ആസ്വാദികരമാകുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എഡിറ്റിങ്ങുകൾ നമ്മൾ പഠിച്ചിരിക്കേണ്ടതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഓൺ എഡിറ്റർ ആവാം. കാരണം നമ്മൾ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ അവരവരുടെ തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പൊ അത് ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഓൺ എഡിറ്ററും കൂടി ആവാം. You would be responsible as the author for broadcasting as well organized the consistent book for the reader as well as a complete self-explanatory copy for the printer. Typically, the chief editor of a publishing house issues copy editors guidelines for manuscripts except the assets for publication. However, because you may be on your own expected of take responsibilities right away, we have provided a brief list of responsibilities you may be expected to undertake below. The author is expected to eliminate repetition and verbosity, break up long paragraphs into smaller units or paragraphs, suggest deletion of unnecessary passages and tables. അപ്പോൾ suggest deletion of unnecessary passages and tables എന്ന് പറയുന്നതും, അതുപോലെ delete hyper broads and superlatives and
മോണിറ്റർ ഗ്രാമർ, ഐഡിയം ആൻഡ് സ്പെല്ലിംഗ്, പങ്ക്ച്വലേഷൻ ആൻഡ് ക്ലാരിറ്റി. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. കാരണം സ്പെല്ലിംഗ് മാറാൻ പാടില്ല. അതുപോലെ തന്നെ അതിന്റെ രീതികൾ അല്ലെങ്കിൽ അതിന്റെ സ്റ്റൈലിൽ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അങ്ങനെ മാറ്റം വരുത്താം. അപ്പോൾ ആ ഓരോ കാര്യങ്ങൾ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ കണ്ടന്റ് വളരെ നല്ല രീതിയിൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കോപ്പി എഡിറ്റിങ്ങിനെ കുറിച്ചൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് എഡിറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എഡിറ്റിംഗ് നമുക്ക് പല രീതിയിൽ കൈൻഡുകൾ 3 കൈൻഡ്സ് ഓഫ് എഡിറ്റിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ എഡിറ്റിംഗ് ഫോർ കണ്ടന്റ് ആണ്. സെക്കൻഡ് വൺ എഡിറ്റിംഗ് ഫോർ പ്രസന്റേഷൻ ഓഫ് കണ്ടന്റ്. അതുപോലെ തന്നെ ലാംഗ്വേജ് എഡിറ്റിംഗ്. ആ 3 എഡിറ്റിംഗ് രീതികളാണ് ഉള്ളതെന്ന് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കോപ്പി എഡിറ്റിംഗ് നോക്കാം. ഓക്കെ, താങ്ക്